Ruchikootu. This is the Molaga Bajji. Hello friends, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മുളക് ബജ്ജിയാണ്. ബജ്ജിക്ക് വേണ്ടിയുള്ള മാവ് റെഡിയാക്കാം. ഒരു വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് കടലമാവ് 1 കപ്പ്, അരിപ്പൊടി 1/2 കപ്പ്, കാശ്മീർ ചില്ലി പൗഡർ 1 ടീസ്പൂൺ, എരിവിന് വേണ്ടി നോർമൽ ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, പെരുങ്കായം സ്വല്പം മതി, പെരുങ്കായം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അധികമായി പോയാൽ മാവിൻ്റെ ആ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടൂല നമുക്ക്. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ ഞാൻ സ്വല്പം ഇടുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആവശ്യമുള്ളവർക്ക് ഇടാം ബേക്കിംഗ് സോഡ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ മാവ് അധികം ലൂസാവരുത്, എന്നാൽ കുറച്ച് കട്ടി വേണം. ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ വറുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. വറുക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിക്കാം നമുക്ക്. നമ്മൾ നോർമൽ പഴംപൊരിയൊക്കെ പൊരിക്കൂലേ, അതുപോലെയൊക്കെ തന്നെ. ഇനി ഒന്ന് എണ്ണ ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള മുളക് ബജ്ജി റെഡി ആയിട്ടുണ്ട്. അത് തൊട്ട് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു തക്കാളി ചട്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എങ്കിൽ ഞാൻ അടുത്തൊരു നല്ലൊരു വിഭവവുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.